കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഡോക്ടർ മിനി കാപ്പൻ പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച് VC-ക്ക് കത്ത് നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേർന്നു. ഉമേഷ്, ഈ VC നിയമിച്ച ജോയിന്റ് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് VC നിയമിച്ച രജിസ്ട്രാറാണ് ഈ മിനി കാപ്പൻ. അങ്ങനെ മിനി കാപ്പനും ഈ അധികാര തർക്കത്തിനിടെ, അധികാര വടംവലിക്കിടെ VC-യോട് തന്നെ പറയുന്നു തനിക്ക് ഈ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന്. നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഇത് VC-ക്ക് ഒരു തിരിച്ചടിയാകില്ലേ? പുതിയ ആളെ നിയമിക്കേണ്ടി വരില്ലേ? ഈ മിനി കാപ്പന്റെ ഈ താല്പര്യം അല്ലെങ്കിൽ ഈ അപേക്ഷ പരിഗണിക്കുമോ, അംഗീകരിക്കുമോ? തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിൽ കത്ത് നൽകി കഴിഞ്ഞാൽ അത് പരിഗണിക്കാതിരിക്കാൻ നിലവിൽ VC-ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മിനി കാപ്പനെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് സിൻഡിക്കേറ്റ് അംഗം, പ്രത്യേകിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കർശനമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. രജിസ്ട്രാർ ആയി KS അനിൽകുമാറിനെ സിൻഡിക്കേറ്റാണ് നിയമിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഏറ്റെടുത്ത് അതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു. സുഹൈൽ, ഇപ്പോൾ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ചിൽ അവരൊരു ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് ആ മാർച്ച് ഇപ്പോൾ കടന്നു വരികയാണ്. എന്തായാലും സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി, അതേ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം അതേ രീതിയിൽ, അതായത് എത്രത്തോളം തീവ്രമായി തന്നെ ഇപ്പോഴും തുടരുന്നു. ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും സുപ്രധാനം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. അതായത് VC-യുടെ താല്പര്യപ്രകാരം മിനി കാപ്പൻ, അതായത് നിലവിൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്, അതായത് സർവകലാശാലയുടെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം ഡയറക്ടറായി പ്രവർത്തിക്കുന്ന മിനി കാപ്പൻ രജിസ്ട്രാറുടെ അതേ റാങ്കിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ തനിക്ക് രജിസ്ട്രാറുടെ അധിക ചുമതല ഏറ്റെടുക്കാൻ താല്പര്യമില്ല, അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VC മോഹനൻ കുന്നുമലിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഈ കത്തിന്മേൽ തുടർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സുപ്രധാനം പകരം ആർക്ക് ചുമതല നൽകുമെന്നുള്ളതാണ്. ഈ ജോയിന്റ് രജിസ്ട്രാർമാർ പലരും ഇപ്പോഴും ഈ തീരുമാനത്തിനോട് പൂർണ്ണമായി യോജിച്ച് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് KS അനിൽകുമാറിന് ചുമതല നൽകി. ജോയിന്റ് രജിസ്ട്രാർമാരൊക്കെ ഈ സിൻഡിക്കേറ്റിനും രജിസ്ട്രാർ അനിൽകുമാറിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ VC തുടർന്ന് അങ്ങോട്ടും പ്രതിരോധത്തിലാകാനല്ലേ സാധ്യത? പുതിയ രജിസ്ട്രാറെ കൊണ്ടുവന്നാലും സിൻഡിക്കേറ്റിന്റെ സമ്മർദ്ദം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒടുക്കം ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? കാരണം അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC സ്വീകരിക്കുകയുമില്ല. തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെ സർവകലാശാല പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു. ഇന്നിപ്പോൾ SFI ഇപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഫ്ലെക്സിൽ തന്നെ സംഗീത് വൈസ് ചാൻസലർ കേരള സർവകലാശാലയുടെ പടി ചവിട്ടിയിട്ടേക്ക് 13 ദിവസം എന്നുള്ളതാണ് ഈ ഫ്ലെക്സിൽ പറയുന്നത്. സമാനമായാണ്, അത്രത്തോളം ഗുരുതരമായ അവസ്ഥയാണ്. കാരണം സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഇങ്ങോട്ട് എത്തില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും വൈസ് ചാൻസലർ നേരിട്ട് സർവകലാശാലയിൽ എത്തിയില്ല. വൈസ് ചാൻസലർ തീർപ്പാക്കേണ്ട നിരവധി ഫയലുകളുണ്ട്. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം 1300ഓളം ഫയലുകൾ ഇപ്പോൾ പെൻഡിംഗ് ആണ്. അതായത് സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയിൽ മേൽ ഇപ്പോഴും തീർപ്പാകാത്ത 1300ഓളം ഫയലുകളുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ രീതിയിൽ നിരവധി കാര്യങ്ങളിൽ VC നേരിട്ടെത്തി നടപടി സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാർ വഴി വരുന്ന ഫയലുകൾ പൂർണ്ണമായി VC മടക്കുകയും മിനി കാപ്പൻ വഴി വരുന്ന ഫയലുകൾ മാത്രമാണ് തീർപ്പാക്കിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഇപ്പോൾ മിനി കാപ്പൻ തനിക്ക് ഈ രജിസ്ട്രാർ പദവിയിൽ നിന്ന് തുടരാൻ താല്പര്യമില്ലെന്നും അതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചത്. ഇനി ഏത് രീതിയിൽ ഈ സർവകലാശാല ഭരണ പ്രതിസന്ധി, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഭരണ പ്രതിസന്ധി ബാധിക്കുന്നത് സാധാരണ വിദ്യാർത്ഥികളെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അവർ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക്, അവർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സാധാരണ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കയറുമ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വിദേശ സർവകലാശാലയിലോ മറ്റോ പോകുന്നവർക്ക് അത് മതിയാകില്ല. അവർക്ക് അടിയന്തരമായി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നൽകണം. അത്തരത്തിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കേണ്ടതാണ്. അത്തരത്തിൽ നിരവധി നടപടിക്രമങ്ങൾ നടത്തേണ്ട സമയമാണിത്. അതാണ് ഇപ്പോൾ പെൻഡിങ്ങായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വൈസ് ചാൻസലർ ഇനി തുടർ നടപടി ഈ കത്തിന്മേൽ, അതായത് മിനി കാപ്പൻ നൽകിയ ഈ കത്തിന്മേൽ എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. സുഹൈൽ, എന്തായാലും അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും ഈ പറഞ്ഞതുപോലെ ഈഗോ പ്രശ്നങ്ങളൊക്കെ തുടരുമ്പോഴും അവിടെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഒരാൾക്ക് പോലും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം. ഈ ഉമേഷ് ബാലകൃഷ്ണൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ നിലവിലുള്ളത് ഈ VC സിൻഡിക്കേറ്റ് അധികാര തർക്കമാണ്. രജിസ്ട്രാറെ നിയമിക്കാനും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും ആർക്കാണ് അധികാരമുള്ളത് എന്ന ചോദ്യത്തിന്മേലുള്ള ഒരു പ്രതിഷേധവും അതിനപ്പുറമുള്ള ഒരു ആക്ഷനും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇനി ഇതിൽ വരാൻ പോകുന്നത് ചാൻസലറുടെ ഡയറക്റ്റ് എൻട്രി ആയിരിക്കുമോ? ചാൻസലർ വന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ആ കടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ കേട്ടതുപോലെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതടക്കമുള്ള ഒരു നടപടികളൊക്കെ ചാൻസലറുടെ മുന്നിലുണ്ട്.
തീർച്ചയായും അത്തരമൊരു നിയമോപദേശം ചാൻസലറുടെ മുന്നിലുണ്ട്. പക്ഷേ ആ നിയമോപദേശം രണ്ടാമത് ലഭിച്ച നിയമോപദേശം അത്രത്തോളം കടുത്ത നടപടി എടുത്താൽ, പ്രത്യേകിച്ച് അധികാര പരിധി വിട്ടു എന്നുള്ളൊരു വ്യാഖ്യാനം പല കേസുകളിലും സമാനമായി ചാൻസലർ എടുത്ത കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോടതിയിൽ നിൽക്കാൻ സാധ്യത കുറവാണ് എന്നൊരു നിയമോപദേശം കൂടി രണ്ടാമത് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നേരിട്ട് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം റദ്ദാക്കാൻ ചാൻസലർ ഇടപെടാത്തത്. അതുപോലെ തന്നെയാണ് ഈ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ കെ എസ് അനിൽകുമാറെ തിരിച്ചെടുത്ത, അതായത് സിൻഡിക്കേറ്റ് ചേരുകയും സിൻഡിക്കേറ്റ് കെ എസ് അനിൽകുമാറെ രജിസ്ട്രാറിൻ്റെ എന്ന രീതിയിലുള്ള സസ്പെൻഷൻ നടപടി പിൻവലിച്ചുകൊണ്ട് തിരിച്ചെടുക്കുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ ആ തിരിച്ചെടുത്ത നടപടി അത് അസാധുവാക്കാനുള്ള ആലോചനയുണ്ടായിരുന്നു ചാൻസലർക്ക്. ചാൻസലർ ഇടപെട്ട് ആ തീരുമാനം മാത്രമായി മരവിപ്പിച്ച് കഴിഞ്ഞാൽ പോലും രജിസ്ട്രാർ എന്ന ചുമതലയിൽ നിന്ന് കെ എസ് അനിൽകുമാറെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താലും അധികാര പരിധി വിട്ട് ചിലപ്പോൾ ഇടപെട്ട് എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. ഈ വിഷയം അന്ന് ഈ അനിൽകുമാറിന്റെ ഹർജിയുമായൊക്കെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞതിന്റെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനിക്കട്ടെ എന്നാണ്. അതിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല. അവിടെ ചാൻസലർക്ക് ഒരു ഓപ്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അത്തരത്തിലൊരു കടുത്ത തീരുമാനം ചാൻസലർ എടുക്കുന്നില്ല. വേണമെങ്കിൽ അനിൽകുമാറിന്റെ സസ്പെൻഷൻ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടൊരു ഉത്തരവൊക്കെ ഇറക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവിടെ പ്രശ്നമുണ്ട് സുഹൈലെ. കാരണം അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരാണ് എന്നതാണ് ചോദ്യം. ഇതിൽ സിൻഡിക്കേറ്റ് പറയുന്നത് സിൻഡിക്കേറ്റാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്നുള്ളതാണ്. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി. ആ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ് ചാൻസലറും. അതായത് ഗവർണർ എന്ന ചാൻസലർ ഈ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ്. സിൻഡിക്കേറ്റിൻ്റെ പുറത്തുള്ള ആളല്ല, അല്ലെങ്കിൽ അപ്പലറ്റ് അതോറിറ്റി അല്ല ചാൻസലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സർവകലാശാലയ്ക്കും ഓരോ നിയമമാണ്. ആ രീതിയിൽ നോക്കിയാൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ചാൻസലറാണ്. ആ ചാൻസലറുടെ മുകളിൽ ഈ ചാൻസലർ കൂടി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൽ ചേർന്നാണ് ഈ ചാൻസലർ എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതിന് അപ്പുറം ഒരു വ്യാഖ്യാനം ഇപ്പോഴും ഈ VC അനുകൂലിക്കുന്ന, ചാൻസലറെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ BJP അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ ഈ വ്യാഖ്യാനം ഒരുപക്ഷെ അതുകൊണ്ട് ആ വ്യാഖ്യാനത്തിൽ ഏതെങ്കിലും നിയമസാധ്യത ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കണം കടുത്ത നടപടിയിലേക്ക് ചാൻസലർ നേരിട്ട് ഒരു കടുത്ത നടപടിയിലേക്ക് പോകാത്തത്. എങ്കിലും ഇപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ എന്തുകൊണ്ടാണ് ചാൻസലർ ഒരു പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ സമാന സെയിം പോസ്റ്റിലുള്ള ആളാണ് ഡയറക്ടർ ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റായ മിനി കാപ്പൻ. ഈ മിനി കാപ്പൻ തന്നെ ഈ രജിസ്ട്രാറുടെ അധിക ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് എഴുതി കൊടുത്തപ്പോൾ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്, എന്താണ് ഇനി മുന്നിലുള്ള പോംവഴി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇനി മറ്റാർക്കെങ്കിലും, അതായത് ജോയിൻറ്റ് രജിസ്ട്രാർമാർക്ക് മറ്റാർക്കെങ്കിലും ഈ ചുമതല നൽകുമോ, ഒപ്പം ആ രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമോ? നേരത്തെ ജോയിൻറ്റ് രജിസ്ട്രാറായ സീനിയർ ജോയിൻറ്റ് രജിസ്ട്രാറായ ഹരികുമാറിന് നൽകിയെങ്കിലും ഹരികുമാർ ലീവിൽ പോയി. അതുകൊണ്ട് തന്നെ ആ നീക്കം പൊളിഞ്ഞിരുന്നു. ഇനി എന്ത് നടക്കും? അല്ലെങ്കിൽ ഈ കത്ത് അനുനയിപ്പിക്കുമോ, അതോ സിൻഡിക്കേറ്റിൻ്റെ ഭീഷണിയെ തുടർന്ന് ഇത്തരമൊരു നടപടി എടുത്തത് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമോ? എന്തായാലും അതിൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് സർവകലാശാല ആസ്ഥാനത്ത് SFIക്കാർ പ്രതിഷേധവുമായി എത്തുകയും ആ നോട്ടീസ് ബോർഡ് എന്ന് എഴുതിയ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ചാൻസലർ നിയമിച്ച താൽക്കാലിക സംഘ്യ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ തൊലയട്ടെ. സംഘ്യ വൈസ് ചാൻസലർ സർവകലാശാലയുടെ പടി ചവിട്ടിയിട്ട് ഇതിലേക്ക് 13 ദിവസം എന്ന ഒരു എഴുത്തും അതോടൊപ്പം ഗണപക്ഷത്തിലുള്ള ചാൻസലർ മോഹനകുന്നുമലിന്റെ ഫോട്ടോയും ഇത് വെച്ചിട്ടാണ് SFIയുടെ ഇപ്പോൾ ഒരു ഉമേഷ് ബാലകൃഷ്ണൻ പറയുന്ന പോലെ തന്നെ അധികാര തർക്കത്തിന്റെ പേരിൽ വടംവലി അവിടെ തുടരുകയാണ്. ഇതിനിടയിൽ VC രജിസ്ട്രാർ നിയമനം നൽകിയ മിനി കാപ്പൻ തൽക്കാലം ആ ചുമതല ഏറ്റെടുക്കുന്നില്ല, തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് VCക്ക് കത്ത് നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും VCക്ക് ആ കത്ത് പരിഗണിക്കേണ്ടി വരും. മിനി കാപ്പന്റെ ആവശ്യം അംഗീകരിച്ച് മറ്റൊരാളെ ഇത് ഏൽപ്പിക്കുമോ? അങ്ങനെ മറ്റൊരാളെ ഏൽപ്പിച്ചാലും സമാനമായ രീതിയിൽ നിന്ന് സിൻഡിക്കേറ്റിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകില്ലേ? അങ്ങനെ ആരാണ് രജിസ്ട്രാർ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ആരും ഇത് പരിഹരിക്കാൻ ശ്രമിക്കാതെ കോടതിയാണെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി വിഷയം പരിഗണിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരെന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ആണോ, VC ആണോ, ചാൻസലർ ആണോ, സർവകലാശാലയുടെ അധിപൻ എന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഈ പോരങ്ങനെ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് VC പലപ്പോഴും ഇടുന്ന ഉത്തരവുകളെല്ലാം അപ്രസക്തമാവുകയാണ്. ഈ പറയുന്ന രജിസ്ട്രാറുടെ ക്യാബിലേക്ക് രജിസ്ട്രാറെ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലും അനിൽകുമാർ ഈ പറഞ്ഞ രജിസ്ട്രാറുടെ ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. അതേസമയം തന്നെ ഫയലുകൾ ഈ രജിസ്ട്രാർ മുഖേന VCക്ക് അയക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ അടക്കം രജിസ്ട്രാറുടെ ഒപ്പിട്ടുകൊണ്ടാണ്, ഈ അനിൽകുമാറിന് ഒപ്പിട്ടുകൊണ്ടാണ് VCക്ക് ഫയലുകൾ എത്തിയത്. അപ്പോൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ന് പോയി. അതായത് ഈ പറഞ്ഞ മിനി കാപ്പൻ
അയച്ചു കൊടുത്ത ഫയലുകൾ മാത്രമാണ് VC തീർപ്പാക്കിയത്. ഈ രജിസ്ട്രാർ അനിൽകുമാർ അയച്ച ഫയലുകൾ തീർപ്പാക്കിയില്ല. സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾ എങ്ങനെ ഫയൽ അയക്കുന്നു എന്ന ചോദ്യം ബാക്കി വെച്ചാണ് ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനമെടുത്തത്. എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുക്കം ഈ VC ചുമതലയേൽപ്പിച്ച മിനി കാപ്പനും ചുമതല ഏറ്റെടുക്കുന്നില്ല, അടുത്തയാളെ നിയമിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി.